സോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട് CR7 പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങേൻ്റെ കൂടെ നമ്മളിന്ന് PvP വെക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ അടുത്ത് പോയൊരു ഫ്ലെയിം റെയ്ഡ് പറഞ്ഞ ഒരു വീഡിയോയിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു PvP ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് PvPയിലും റെയ്ഡിലും ഒന്നും അത്രയ്ക്ക് ചെയ്യാൻ കിട്ടില്ല ഗൈസ്. നമ്മൾ ഗ്രൈൻഡിങ് ആണ് പിന്നെ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഗ്രൈൻഡിങ്ങിലാണ് നമ്മൾക്ക് മറ്റേ PvPയും റെയ്ഡൊന്നും അധികം അങ്ങനെ ചെയ്യാൻ കിട്ടില്ല. സോളോ റെയ്ഡൊന്നും അധികം നമ്മൾക്ക് ചെയ്യാൻ കിട്ടില്ല. PvPയും ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന PvP അധികം അങ്ങനെ ചെയ്യാൻ കിട്ടില്ല ഗൈസ്. നമുക്ക് എന്തായാലും സ്കൾ ഗിറ്റാർ, ഗ്രാവിറ്റി ബ്ലേഡ് ഒക്കെ ഉണ്ട്. ഗൈസ് നമ്മൾ മറ്റേ സ്കൾ ഗിറ്റാർ, ഗ്രാവിറ്റി ബ്ലേഡ് അതൊക്കെ വെച്ച് നമ്മൾ കൊല്ലാൻ നോക്കി ഗൈസ്. പക്ഷേ CR7ൻ്റെ കയ്യിലിരിക്കുന്ന അങ്ങേൻ്റെ കയ്യിലിരിക്കുന്ന വേറൊരു ഇത്തിരി പവർഫുൾ വെപ്പൺസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ അങ്ങേൻ്റെ കൂടെ PvP വെക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ഭാഷ നമ്മൾ PvP വെക്കാൻ പോവാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾക്ക് സ്കൾ ഗിറ്റാറിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ സ്കൾ ഗിറ്റാർ വിട്ടു. പിന്നെ ഗ്രാവിറ്റി ബ്ലേഡ് എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ അറിയുള്ളൂ ഗൈസ്. അപ്പോൾ എനിക്ക് അധികം അങ്ങനെ ചെയ്യാനൊന്നും കിട്ടില്ല ഗൈസ്. നമ്മൾ ഇപ്പോൾ നമ്മൾ സ്കൾ ഗിറ്റാർ വന്നിട്ട് ഒരു മൂവ് ചെയ്തിട്ട് അടുത്ത മൂവ് എടുക്കുമ്പോഴേക്കും ആ മൂവ് പെട്ടെന്ന് തീരുകയും ചെയ്യും. നമ്മൾക്ക് എല്ലാം അങ്ങനെ ഒറ്റ നിമിഷം കൊണ്ട് രണ്ട് വെപ്പൺസ് ചെയ്ത അബിലിറ്റീസ് അങ്ങനെ എടുത്തിടാനൊന്നും നമ്മൾക്ക് നേരെ കിട്ടില്ല. കോംബോ ചെയ്യാൻ കിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും PvPയിലൊക്കെ നമ്മൾ എന്തായാലും പഠിക്കും. അല്ലെങ്കിൽ CR7ൻ്റെ അടുത്ത് തന്നെ നമ്മൾ ചോദിക്കും ഗൈസ് പഠിപ്പിച്ച് തരുമെന്ന്. അങ്ങനെ നമ്മൾക്ക് പഠിപ്പിച്ചൊക്കെ തരും. ഗൈസ് അപ്പോൾ നമ്മൾ അങ്ങനെ സ്കൾ ഗിറ്റാറൊക്കെ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ലെവലാണെങ്കിലും പക്ഷേ അയാൾ വന്നിട്ട് എന്നെക്കാളും ഇത്തിരി പ്രോയാണ് PvPയിലും ഗ്രൈൻഡിങ്ങിലൊക്കെ. PvPയിൽ ഗ്രൈൻഡിങ്ങിൽ പിന്നെ റെയ്ഡിലൊക്കെ അങ്ങനെ ഇത്തിരി പ്രോയാണ് ഗൈസ്. നമ്മൾ പിന്നെ ഇനി ഒന്നും കൂടെ PvP വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഭാഷ ഒന്നും കൂടെ PvP വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ബൗണ്ടിയൊക്കെ കഴിയും ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ചെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. കഫേൻ്റെ എല്ലാവർക്കും അറിയാം, കഫേൻ്റെ ഒരു സൈഡ് 2 ചെസ്റ്റ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ചെസ്റ്റിൻ്റെ പൈസ പറഞ്ഞ വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണുക ഗൈസ്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാതും ചെയ്യുക ഗൈസ്. അപ്പം നമ്മൾ പിന്നെ അങ്ങേലിനെ കുറിച്ചിട്ട് ഓരോ വീഡിയോസൊക്കെ ചെയ്യുക. അങ്ങേലിൻ്റെ കൂടെ റെയ്ഡിന് പോകുന്നതും PvP വെക്കുന്നതും ഇനിയും നമ്മൾ ഓരോ PvP വീഡിയോസൊക്കെ ചെയ്യും. എൻ്റെ അനിയൻ്റെ കൂടെ PvP വെക്കുന്നതൊക്കെ ചെയ്യും. നമ്മളിപ്പോൾ വെച്ചത് എൻ്റെ കസിൻ ബ്രദറിൻ്റെ കൂടെയാണ്. എൻ്റെ ഒരു അനിയനുണ്ട് ഗൈസ്. അവൻ്റെ കൂടെ നമ്മൾ എന്തായാലും ചിലപ്പോൾ PvP വെക്കും. അവൻ ചില സമയത്ത് കളിക്കാനൊന്നും ഉണ്ടാവില്ല ഗൈസ്. പിന്നെ ഗൈസ് ഞാനും എൻ്റെ കസിൻ ബ്രദറും എങ്ങനെയാണ് ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയത്, എങ്ങനെയാണ് ഈ ഗെയിമിൽ എത്തിപ്പെട്ടത്, എല്ലാത്തിനെ കുറിച്ച് ഒരു സ്റ്റോറി വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എൻ്റെ കസിൻ ബ്രദർ ആദ്യമായിട്ട് കളിക്കാൻ തുടങ്ങിയ സമയം ദിവസവും എല്ലാത്തിനും പറ്റിയിട്ട് ഞാനും ആദ്യം കളിക്കാൻ തുടങ്ങിയ എല്ലാത്തിനെ കുറിച്ചും നമ്മളൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഗൈസ് നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് വന്നിട്ട് നമ്മൾ മറ്റേ എൻ്റെ പുതിയ ന്യൂ അക്കൗണ്ടിൽ ഗ്രൈൻഡിങ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ ഇട്ടുണ്ടായിരുന്നു. എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഗ്രൈൻഡിങ് ചെയ്യുന്നതൊന്നും ഇട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അതെന്താണെന്നറിയോ, എൻ്റെ മറ്റേ പബ്ജി കളിക്കുന്ന സമയത്തില്ലേ, ആ സമയത്ത് സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും ഗൈസ്. ഞാൻ പബ്ജി വീഡിയോസ് കുറേ ഇടുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പബ്ജി വീഡിയോസ് മാത്രം ഇട്ടുകൊണ്ടിരുന്നാൽ മതി വിചാരിച്ചു ഗൈസ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ കസിൻ ബ്രദർ പറഞ്ഞ് എപ്പോഴും പബ്ജിയിൽ ഉണ്ട്, ഒരു വെറൈറ്റി കൊണ്ടുപോകാൻ, നീ വന്നിട്ട് ബ്ലോക്ക് സൂട്ട്സ് ഇട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ലെവൽ വന്നിട്ട് മാക്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് തുടങ്ങിയതാണ്. പിന്നെ ആൾക്കാരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സൂപ്പറാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എല്ലാത്തിനും കാരണം നിങ്ങളും കൂടിയാണ് ഗൈസ്. അപ്പോൾ എല്ലാ പബ്ജി പ്ലെയേഴ്സിനും, ബ്ലോക്ക് സൂട്ട്സ് പ്ലെയേഴ്സിനും, പിന്നെ GTA പ്ലെയേഴ്സിനും എല്ലാവരുടെ അടുത്ത് ഞാൻ ഒരു താങ്ക്സ് പറയാണ് ഗൈസ്. പിന്നെ നമ്മുടെ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈയും കൂടി ഉണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ മറ്റേ സമ്മർ വെക്കേഷനൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യും.